ദിലീപേട്ടാ നമസ്കാരം. നമസ്കാരം. അവതാരം ഇങ്ങനെ ഹിറ്റിന്ന് വിട്ട് സൂപ്പർ ഹിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. വെച്ചാൽ തമാശ റിംഗ് മാസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്നൊരു പടമാണ്. സരസമായ കാര്യങ്ങളല്ലാണ്ട് അവതാരത്തിൽ എന്നാൽ ഒരു 100% ഫാമിലി ത്രില്ലർ എന്നുള്ള രീതിയിലാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജോഷ് സാർ അത് ചെയ്തിരിക്കുന്നത്. ദിലീപന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കോമഡി, ഫുൾ ടൈം കോമഡി എന്നുള്ളൊരു രീതിയുണ്ട്. കോമഡി കാണിച്ചാലും ഇവന് ഇത് തന്നെയുള്ളൂ. അത് ശരിയാ, പക്ഷെ ഇത് അതിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു മുഖം, നമ്മളിൽ ഒരു കലാകാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് പറഞ്ഞ പോലത്തെ അതിനൊരു വേറെ ടൈപ്പ് ഒത്തിരി എന്താ പറയുക, ഒരു അനിയൻ്റെ സ്നേഹം, ഒരു കുടുംബത്തിനോടുള്ള സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർ സിനിമ കാണാൻ വരുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമകളുടെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫൊക്കെ സരസമായിട്ട് പോവുകയും പിന്നെ അതിലാണ് ശരിക്കൊരു സീരിയസ് ആയിട്ട് യാദൃശ്യമായിട്ട് ചില സംഭവങ്ങൾ സംഭവിക്കും. അതിൻ്റെ പുറകെ പിന്നെയുള്ള അയാളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്, അല്ല അതിമാനുഷികമായിട്ടുള്ള ഒരു ഭയങ്കര വലിയ എയറിലെടുത്തിട്ടടി അങ്ങനെയുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പക്കാ സിനിമാറ്റിക് ആയിട്ടില്ല. ജോഷ് സാറിൻ്റെ ഒരു റിയലിസ്റ്റിക് സിനിമ തന്നെയാണ് അവതാരത്തിനെ സംബന്ധിച്ചിട്ടും അതിൽ അഭിനയിച്ച എല്ലാവരുടെ വേഷവും അവരവരുടെ രീതിക്ക് നന്നായി ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അവതാരത്തിൽ ശരിക്കും മാധവൻ മഹാദേവൻ എന്ന് പറയുന്ന, ഇപ്പോൾ ബാബു നമ്പൂരി സാർ പറയുന്ന പോലെ രണ്ട് മൂർത്തി സ്വഭാവം അങ്ങനത്തെ ഉള്ളൊരു ആളാണ് അയാൾ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ജെന്യുവനായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഏതൊരാളുടെ ജീവിതത്തിലും നമ്മൾ തന്നെ മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നുണ്ട്, ദേഷ്യം വരുമ്പോൾ അടിയും ഇടിയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കുന്നത്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടാത്തത് നമ്മൾക്ക് നമ്മുടെ അച്ഛൻ, അമ്മ, കുടുംബം, ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്വയം പീഡിപ്പിച്ച് മാറി നിൽക്കുക എന്ന് പറയില്ലേ. ഇതിലെ പാട്ടുകൾ, ദിലീപേണ്ട ഏത് സിനിമ നോക്കിയാലും പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ശങ്കർ മാധവൻ, റീമി കൂട്ടുകെട്ട് വന്നാൽ തന്നെ ഒരു ഹിറ്റ് എന്നൊരു വിശ്വാസമുണ്ട് ദിലീപേട്ടന്. അല്ല, അങ്ങനെ ഇതിൽ രണ്ട് പാട്ടുകളും അത് ദീപക്ക് രസകരമായിട്ട് അത് പല തവണ മാറ്റി മറിച്ചൊക്കെയാണ് ദീപക്ക് കൊണ്ടുവന്ന് ഇല്ല ഇതായിരിക്കും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ആ കേൾക്കുമ്പോൾ ഓക്കെ. കാരണം എനിക്കിപ്പോൾ സംഗീതത്തെക്കുറിച്ച് പറയാനൊന്നും അറിഞ്ഞൂടാ. എല്ലാ സിനിമകളും നമ്മൾ മ്യൂസിക് ഡയറക്ടർ തരും, പാട്ട് അങ്ങനെ വേണം, പാട്ട് ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. എന്നിട്ട് വെള്ളം കുടിക്കണം ഞാൻ തന്നെ. കാരണം ഇത് ഡാൻസ് ചെയ്യാന്ന് പറയുന്ന സാധനം എത്തുമ്പോൾ ഞാൻ ഭയങ്കര വെള്ളം. പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ ദിലീപേട്ടന്. അടിപൊളിയായിട്ടല്ലേ ഇപ്പോൾ ഡാൻസ് കളിക്കണം? അതങ്ങനെ ചെയ്തു പോവുകയാണ്, അവസ്ഥ കൊണ്ട് പറ്റിപ്പോണാണ്. അപ്പോൾ ഇതിൽ രണ്ട് പാട്ടുകൾ, അതിൽ ഒരു പാട്ട് ഫോട്ടോ വെച്ചിൽ എടുത്തതെന്ന് പറയില്ല. അതുപോലെയാണ് RD രാജശേഖരൻ്റെ ക്യാമറ ചലിപ്പിച്ചേക്കുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൊറിയോഗ്രാഫി വൃന്ദ മാസ്റ്റർ. എൻ്റെ പല പാടങ്ങളും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിൽ എൻ്റെ മാസ്റ്ററാണ് വൃന്ദ മാസ്റ്റർ. അവരൊക്കെ ആയിട്ടൊരു ഫാമിലി റിലേഷൻ. കാരണം എന്ന് വെച്ചാൽ വൃന്ദ മാസ്റ്റർ, കലാക്ക, ഇവരുടെ കൂടെയൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അവർ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഡാൻസും അറിയത്തന്നെ. അപ്പം അതൊക്കെ ഒരു വലിയ എന്താ പറയുക, ഒരു ത്രില്ല് ഇതിൽ തന്നെയാണ് അതൊക്കെ പോകുന്നത്. ദിലീപേട്ടന് ഒരുപാട് നായികമാരെ കൊണ്ടുവന്നിട്ടുണ്ട് മലയാളത്തിലേക്ക് അല്ലേ? ദിലീപേട്ടൻ്റെ നായിക ആയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് ഒരു വിശ്വാസം. അത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെയല്ല, പിന്നെ ഭാഗ്യനായികയാവാന്നല്ലേ. അവരുടെ യോഗമാണ്, അവരുടെ ഭാഗ്യം കൊണ്ട് അവരങ്ങനെ സമ്മതിക്കണം. അപ്പൊ എനിക്കതിൽ നിന്നും ഈ പറഞ്ഞാല് അങ്ങനെ എല്ലാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ദിലീപേട്ട നായികയായ പിന്നെ ഒന്നും നോക്കണ്ട, അല്ല. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ പല ഇപ്പം അവർ ഏറ്റവും കൂടുതൽ പിന്നെ അപൂർവം സിനിമകൾക്ക് നമുക്ക് അഭിനയിക്കാൻ കൂടെ കിട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർ തമിഴ്, തെലുങ്ക് അവര് പക്ഷേ എൻ്റെ കൂടെ അഭിനയിച്ച് മലയാളത്തിൽ നായികയുടെ പേരിലാണ്. പക്ഷെ അതിനു മുമ്പ് ലക്ഷ്മി അഭിനയിച്ചിട്ടുള്ളത് തമിഴിലെ ലക്കി ഹീറോയിനാണ്. ലക്ഷ്മി അത് മലയാളിയാണെന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല ആളുകളും. അതെന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇത്രയും കൊച്ചിയിൽ ഇങ്ങനെ ഒരു നായിക ഉണ്ടായിട്ട് തമിഴിന് വരുത്തേണ്ടി വന്നില്ലേ? അത് പിന്നെ മുറ്റത്തും മുല്ലക്കുമാണല്ലോ, നമ്മൾ പുറത്തൊന്നും. പിന്നെ അതാ ഞാൻ ചോദിച്ചത്, അതെങ്ങനെ ലക്ഷ്മി മേനോനിലേക്ക് എത്തിയത് ഈ നായിക അന്വേഷണം?
അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലക്ഷ്മിയെ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലക്ഷ്മി മേനോൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷ്മി മേനോൻ ഞാനൊരു തവണ വിശാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ലക്ഷ്മി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞു പിന്നെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഞാൻ അമ്മയ്ക്ക് ഉഷ ടീച്ചറുടെ മകളാണ് എന്നൊക്കെ അറിയാം. അപ്പോൾ മരാസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാൻസറൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നമുക്കറിയാം. ലക്ഷ്മി വളരെ രസകരമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ലക്ഷ്മിയുടെ ഒക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്, തമിഴിലാണ്. അപ്പോൾ ഒരു മലയാള സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ഇതിൽ അത് നന്നായി ചെയ്തിട്ടുണ്ട്. വേണ്ട നായിക ആയിട്ട് വരുമ്പോൾ അതിനൊരു പ്രാധാന്യം കിട്ടുമല്ലോ. അങ്ങനെ പ്രാധാന്യമൊന്നുമില്ല, അത്രയും തിരക്ക് പിടിച്ച ആൾക്കാർ നമ്മുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചത് വളരെ സന്തോഷം. ഹിറ്റിന്ന് സൂപ്പർ ഹിറ്റായി, ഇനി അതിന് സൂപ്പർ ഡ്യൂപ്പർ ആവട്ടെ, നാക്ക് വന്നാവട്ടെ. ഇനി അടുത്ത വരുന്ന വില്ലാളി വീരനും അതെ അതുപോലെ ഹിറ്റായി. ഇനിയും ഒരുപാട് സിനിമകൾ ഹിറ്റായി, ഡയറക്ടറായി. എന്നെ പെട്ടെന്ന് ഡയറക്ടറാക്കാണല്ലോ നിൽക്കുന്നത്. പാട്ട് ചോദിക്കാൻ അങ്ങനെയാണോ? മ്യൂസിക് ഡയറക്ടർ അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ നടനായിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും തിരിച്ചു നേരുന്നു. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.